പശ്ചിമ ബംഗാൾ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടി മമതാ ബാനർജിയുടെ ഏകപക്ഷീയമായ നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാക്കളും എംപിമാരും പരസ്യമായി രംഗത്തെത്തി. എംപിമാരുടെ കൂട്ടായ്മ, രാജ്യസഭാംഗങ്ങളുടെ തുടർച്ചയായ രാജി, കോൺഗ്രസുമായുള്ള ലയനാഭ്യൂഹങ്ങൾ എന്നിവ തൃണമൂലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അസ്തിത്വ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ വിശ്വസ്തനും പാർട്ടിയുടെ മുതിർന്ന പാർലമെന്റേറിയനുമായ സൗഗത റോയ് തന്നെ തൃണമൂൽ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് തുറന്നു സമ്മതിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. മമതയുടെ അനന്തരവനും പാർട്ടിയുടെ രണ്ടാമനുമായ അഭിഷേക് ബാനർജിയുടെ പ്രവർത്തന ശൈലിയിലാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. അധികാരം മുഴുവൻ അഭിഷേകിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള പരാതികൾ മമത നേരിട്ട് കേൾക്കണമെന്നും അല്ലാത്ത പക്ഷം കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്നും സൗഗത റോയ് മുന്നറിയിപ്പ് നൽകി. ബംഗാളിൽ തൃണമൂലിന്റെ അടിത്തറ കാക്കാൻ കോൺഗ്രസുമായി സഖ്യത്തിലോ ലയനത്തിലോ ഏർപ്പെടേണ്ടിവരുമെന്ന സൂചനയും അദ്ദേഹം നൽകി. പാർട്ടിയിൽ മമതാ ബാനർജിയുടെയും അഭിഷേകിന്റെയും നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോക്സഭയിൽ വൻ വിമത ഗ്രൂപ്പ് രൂപപ്പെട്ടിരിക്കുകയാണ്. യുവനേതാവ് സായോനി ഘോഷ്, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ എന്നിവരുൾപ്പെട്ട 20ഓളം ലോക്സഭാ എംപിമാർ ഒപ്പിട്ട കത്ത് പുറത്തുവന്നതോടെ തൃണമൂലിലെ ഭിന്നത പൂർണ്ണമായും മറനീക്കി പുറത്തുവന്നു. പാർലമെന്റിൽ തങ്ങളെ പ്രത്യേക വിഭാഗമായി അംഗീകരിക്കണമെന്നാണ് ഈ വിമതരുടെ ആവശ്യം. ആകെ എംപിമാരിൽ 2/3 ഭാഗത്തിലധികം പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും അതിനാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തങ്ങളെ അയോഗ്യരാക്കാൻ സാധിക്കില്ലെന്നുമാണ് വിമത ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടൽ.